ഇപ്പോൾ സംവിധായകൻ കമൽ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ കമൽ, ഇന്നലെ രാത്രി മുതൽ തന്നെ നമ്മളെല്ലാവരും ഇങ്ങനെ പി ജയചന്ദ്രനെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ, അദ്ദേഹം തന്നിട്ട് പോയ ആ വിസ്മയ ശാരീരം, അത് അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. എങ്ങനെയാണ് താങ്കൾ ഓർത്തെടുക്കുന്നത്? താങ്കളുമായിട്ടുള്ള വ്യക്തിപരമായ അനുഭവങ്ങൾ കൂടി ഈ അവസരത്തിൽ ഒന്ന് പങ്കുവയ്ക്കാവുന്നതാണ്. വ്യക്തിപരമായിട്ട് വളരെയധികം അടുപ്പുണ്ടായിരുന്നു ജയേട്ടനായിട്ട്. ഞാൻ ചെന്നൈയിൽ ചെന്ന കാലം മുതൽ, അതായത് അന്ന് മദ്രാസാണ്, ആ കാലം മുതലേ ജയേട്ടനായിട്ട് അടുപ്പുണ്ടായിരുന്നു. കാരണം ഞാൻ ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ പഠിച്ച, ജയേട്ടൻ അവിടെ പഠിച്ചിരുന്നു. അപ്പോൾ നമുക്കൊരു വികാരമായിരുന്നു ജയേട്ടൻ ഇരിഞ്ഞാലക്കുടക്കാരൻ എന്നുള്ള രീതിയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ മദ്രാസിൽ അദ്ദേഹത്തിന്റെ റെക്കോർഡിംഗ് നടക്കുന്ന തിയേറ്ററിൽ ചെന്ന് അദ്ദേഹത്തെ കണ്ടു പരിചയപ്പെടുകയായിരുന്നു ഞാൻ ചെയ്തത്. ഞാനൊന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യണം. പിന്നീട് പലതവണയും ഞാൻ ജയേട്ടനെ അവിടെ വെച്ച് തന്നെ കാണുമായിരുന്നു മദ്രാസിൽ. ഞാനൊരു പ്രത്യേകത എനിക്ക് ചേട്ടന് കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേട്ടൻ അന്ന് വലിയ പാട്ടുകാരനാണ്. മലയാളത്തിലും തമിഴിലൊക്കെ രാസാത്തി പിന്നെ എന്നുള്ള പാട്ടൊക്കെ പാടി തമിഴിലൊക്കെ അറിയപ്പെടുന്ന ഗായകനാണ്. പക്ഷെ ദാസേട്ടൻ നമുക്കൊക്കെ അപ്രാപ്യനാണ്. കാരണം അദ്ദേഹത്തെ കാണാറില്ല, വല്ലപ്പോഴും സ്റ്റുഡിയോയിൽ കണ്ടൊരു വിഷയാനല്ലാണ്ട് നമുക്കൊന്നും സംസാരിക്കാനോ ഒന്നും അങ്ങനെ പറ്റൂലായിരുന്നു ആ സമയത്തൊക്കെ. പക്ഷെ ജയേട്ടൻ അങ്ങനെയല്ല. ജയേട്ടൻ മദ്രാസിലെ ഒരു മുറുക്കാൻ കടയിൽ നിന്നിട്ട് മുറുക്കാൻ വാങ്ങിക്കാൻ വേണ്ടി കാറിൽ വന്ന് ഇറങ്ങിയിട്ട് അവിടെ കാണാം, പത്രം വാങ്ങാൻ വേണ്ടിയിട്ട്. വൈകുന്നേരങ്ങളിലാണ് മലയാളം പത്രം വരെ അവിടെ അന്ന്. അത് വാങ്ങാൻ വേണ്ടിയിട്ട് മുറുക്കാൻകടയിൽ വരും. അങ്ങനെയൊക്കെ അവിടെയൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട് ഞാൻ കോടമ്പക്കത്ത്. അങ്ങനെയൊക്കെ സംസാരിക്കും. സാധാരണക്കാരായിട്ട് ആൾക്കാരോ ഫാൻസുകാരോടൊക്കെ സംസാരിക്കും അദ്ദേഹം. അങ്ങനെ ഒരു അടുപ്പമുണ്ടായിരുന്നു എനിക്ക് ആ സമയത്ത് തന്നെ അദ്ദേഹമായിട്ട്. പിന്നീട് ഞാൻ ഡയറക്ടറായതിനു ശേഷം ആദ്യകാലത്തൊന്നും എന്റെ സിനിമയിൽ ചേട്ടൻ പാടിയിട്ടില്ല. അത് പല കാരണങ്ങളാൽ അത് നടക്കാതെ പോയിരുന്നു. അപ്പോൾ ചേട്ടനെ എപ്പോൾ കാണുമ്പോഴും വലിയ സൗഹൃദം ഉള്ളായിരുന്നോണ്ട് തന്നെ ഒരു ദിവസം എന്നെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് ചൂടായി. എന്നെ ശകാരിച്ചു ശരിക്കും. എന്നിട്ട് പറഞ്ഞു, നീ എന്താണ് എനിക്ക് സിനിമ പാടാൻ അവസരം തരാത്തത്? ഇപ്പൊ നിങ്ങൾ പുതിയ കുറെ സംവിധായകരുണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ അന്ന് സിനിമയിൽ കുറച്ചുകൂടി യങ്ങാണല്ലോ. അപ്പൊ എന്നിട്ട് കുറെ സംവിധായകരുണ്ട്, നമ്മളാരും വിളിക്കില്ല, തൃശ്ശൂർക്കാരായിട്ടുള്ള സംവിധായകരുണ്ട് കുറെ പേര്, എന്നിട്ട് വിളിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ശകാരിച്ചു. അപ്പൊ എനിക്ക് ഭയങ്കര കുറ്റബോധം തോന്നി. കാരണം ഞാനത് പിന്നെ മനസ്സിലാക്കിയത് ആ സമയത്ത് ചേട്ടന് മലയാളത്തില് പാട്ടുകൾ കുറവായിരുന്നു എന്നുള്ളതാണ്. അതൊരു വലിയ ഒരു ഇതായിരുന്നു. നമുക്കപ്പോ ആ സമയത്ത് മലയാളത്തിൽ പാട്ടുകളില്ലാത്തൊരവസ്ഥ ചേട്ടനുണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര ഒരു വിഷമമുണ്ടാക്കിയിരുന്നു. അങ്ങനെയാണ് ഞാൻ നിറത്തില് വിദ്യാസാഗറിനോട് പറഞ്ഞു, എന്തായാലും ചേട്ടന് പാട്ട് കൊടുക്കണം, ഈ സിനിമയിൽ ചേട്ടൻ പാടിയിരിക്കണം എന്ന് പറഞ്ഞു. വിദ്യാസാഗറിന് ഭയങ്കര താല്പര്യമുള്ള ഒരു സിംഗറായിരുന്നു ചേട്ടന്റെ പാട്ടുകളോട് വിദ്യാസാഗറിന് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് നിറത്തിലെ പ്രായം തമ്മിൽ മോഹം നൽകി എന്നുള്ള പാട്ട് പാടുന്നത്. ആ പാട്ട് വലിയ ഹിറ്റായി. ആ പാട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജയേട്ടന്റെ ശബ്ദം അപ്പോഴും വളരെ യങ്ങായിരിക്കുന്നു എന്നുള്ളതാണ്. വിദ്യാസാഗർ പറഞ്ഞതാണ്, ജയേട്ടന്റെ ശബ്ദം ഇപ്പോഴും ഒരു കോളേജ് വിദ്യാർത്ഥിയുടെ ശബ്ദം പോലെ ഇരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ആ പാട്ട് നമ്മൾ കൊടുത്തത്. വലിയ ഹിറ്റായി. ആ പാട്ടിന് ചേട്ടന് സംസ്ഥാന അവാർഡ് കിട്ടി, മികച്ച ഗായകനുള്ള അവാർഡ്. അപ്പോഴാണ് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനു മുമ്പ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയിട്ടുള്ള 1978 ബന്ധനം എന്ന് പറഞ്ഞ സിനിമയിലാണ്. നാഷണൽ അവാർഡ് ഇടയ്ക്ക് കിട്ടിയിരുന്നു 86-ൽ. പക്ഷെ സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടില്ല. 21 വർഷത്തോളം ജയേട്ടന് സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടില്ല. എല്ലാ വർഷവും ദാസേട്ടന് മാത്രമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ അതൊരു വല്ലാത്ത തിരിച്ചുവരവായിരുന്നു ചേട്ടനെ സംബന്ധിച്ചോളം. ഞങ്ങൾക്കൊക്കെ വലിയ സന്തോഷം ഉണ്ടായിരുന്നു. പിന്നീട് ചേട്ടൻ നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരുപാട് പാട്ടുകൾ 2000-ന് ശേഷം പാടി. ഇപ്പോഴും അടുത്ത കാലം വരെ ചേട്ടൻ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീടും ഒരുപാട് സിനിമകളിൽ, എന്റെ സിനിമകളിൽ മികച്ച ഗാനങ്ങൾ അദ്ദേഹം പാടിയിട്ടുണ്ട്. കല്ലായി കടവത്തെ, അമ്മ മനസ്സ്, തങ്ക മനസ്സ്, എന്തെയൊന്നും വന്നില്ല, അങ്ങനെ കുറെ പാട്ടുകൾ അദ്ദേഹം പാടിയിട്ടുണ്ട്. അപ്പോ പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാർക്ക് പോലും ചേട്ടന്റെ ശബ്ദം അത്രമാത്രം യങ്ങായിട്ട് തോന്നുകയും ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നതാണ്. മലയാളികളുള്ളിടത്തോളം കാലം യേശുദാസിന്റെയും ജയചന്ദ്രന്റെ ശബ്ദം കേൾക്കാതെ നമുക്ക് കടന്നു പോകാൻ പറ്റില്ല. നമ്മുടെ ഓരോ ദിവസവും കടന്നു പോകാൻ പറ്റില്ല എന്ന് തന്നെ നമുക്കറിയാലോ. അപ്പൊ ഇനിയും ഒരുപാട് കാലം ശബ്ദത്തിലൂടെ ചേട്ടൻ നമുക്കിടയിലൊക്കെ ജീവിക്കും, യാതൊരു സംശയമില്ല കാര്യത്തിൽ. താങ്കൾ പറഞ്ഞ പോലെ തന്നെ ആ പ്രായം നമ്മിൽ മോഹം നൽകുകയാണ്. ആ ജയചന്ദ്രൻ്റെ പ്രായം എന്ന് പറയുന്നത് നമുക്ക് എല്ലാ കാലവും 22-ൽ മഞ്ഞലയുമായി എത്തിയ ആ പി ജയചന്ദ്രനെയാണ്, 22 വയസ്സുകാരനായ പി ജയചന്ദ്രനെ. താങ്കൾ ആ പാട്ട് പാടിപ്പിക്കുമ്പോൾ പോലും ഇപ്പോഴുള്ള ഒരു 16 വയസ്സുകാരനും 35 വയസ്സുകാരനും 50 വയസ്സുകാരനും ഒക്കെ ജയചന്ദ്രനെ ഏതോ ഒരു ചെറുപ്പക്കാരനിരുന്ന് പാടുന്നതായിട്ടാണ് അഭിനയിക്കുന്നത്. അതാണ് ആ പ്രായമാണ് ജയചന്ദ്രൻ. ആ പ്രായം നമുക്ക് മോഹം നൽകിയ ആ പ്രായം, ആ ശബ്ദം, നമ്മളെ മോഹിപ്പിച്ച ആ ശബ്ദം. അതെനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ദൈവദത്തമായിട്ട് കിട്ടിയ ഒരു ശബ്ദം തന്നെയാണ്. കാരണം അദ്ദേഹം ആ ശബ്ദത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യാറില്ല എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാലോ. അദ്ദേഹം ഭക്ഷണപ്രിയനായിരുന്നു.
ഐസ്ക്രീം കഴിക്കുമായിരുന്നു. അതല്ലെങ്കിൽ മറ്റെല്ലാവിധ ഒരു ചിട്ടയും അങ്ങനെ ഉണ്ട്. ലൈഫിൽ വലിയ ചിട്ടയൊന്നുള്ള ഒരാളായിരുന്നില്ല. പക്ഷെ അതൊരു ദൈവികമായ ഒരു വരം തന്നെയായിരുന്നു ആ ശബ്ദം എന്നാണ് എനിക്ക് തോന്നുന്നത്. ദാസേട്ടനെ പോലെ തന്നെ ദാസേട്ടൻ പക്ഷെ അദ്ദേഹത്തിന്റെ ശബ്ദം അത്രമാത്രം സൂക്ഷിച്ചിരുന്നു, അത്രമാത്രം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിവെച്ച ഒരാളാണ്. പക്ഷെ ചേട്ടൻ അതൊന്നും ഇല്ലാണ്ട് പോലും ആ ശബ്ദത്തിലെ യൗവനം നിലനിർത്താനായിട്ട് ചേട്ടന് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഭാവഗായകൻ എന്നുള്ള പേര് വളരെ അന്വർത്ഥമാണ്. ഇപ്പൊ ദാസേട്ടനെ ഗാനഗന്ധർവ്വൻ എന്ന് വിളിക്കുന്ന പോലെ തന്നെ ചേട്ടനെ ഭാവഗായകൻ എന്ന് വിളിക്കുമ്പോൾ അതിന് പകരം വെക്കാൻ ഒരു വാക്കില്ല എന്നുള്ളതാണ്. കാരണം അത്രമാത്രം ഭാവം അദ്ദേഹത്തിന്റെ ഓരോ പാട്ടിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതൊരു വലിയൊരു ഇത് തന്നെയായിരുന്നു. നമുക്ക് ആ അക്ഷരങ്ങൾ ഇങ്ങനെ പെറുക്കിയെടുക്കാം അദ്ദേഹം പാടുമ്പോൾ. അതിന്റെ എല്ലാ ഭാവവും ഇപ്പൊ അതൊരു പ്രണയഗാനമായാലും ശരി, ഈ വിരഹഗാനവും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ ഫിലോസഫിക്കൽ സോങ്, ഇപ്പൊ ഉപാസന, ഇത് ധന്യമാമൊരു ഉപാസന എന്നൊക്കെ പാടുമ്പോൾ ഒരു ഫിലോസഫിക്കൽ സോങ്ങിന് വേണ്ട എല്ലാ ഗാംഭീര്യം അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് ഉണ്ടാകുമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഒരു എന്താ പറയാ, ഈ തലമുറയിലെ ഏറ്റവും മികച്ച ഗായകരിലുള്ള ഒരാൾ തന്നെയാണ് ചേട്ടൻ, യാതൊരു സംശയമില്ല. വളരെ നന്ദി ശ്രീ കമൽ, അദ്ദേഹത്തെ അനുസ്മരിച്ചതിന്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആ മാധുര്യമൂർന്ന ശബ്ദത്തോടെ നിരവധി ഗാനങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിക്കുകയും ചെയ്തതിൽ.